ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ സഭയായി കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ നന്ദിയുള്ള ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാനും നമ്മൾക്ക് ഒരവസരം കൂടെ ലഭിച്ചതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സംഭവബഹുലമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഷ്ടതയും പ്രയാസവും രോഗവും ദുഃഖവും മരണവും ഒക്കെയുള്ള ഈ ലോകത്തിൽ ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചു എന്നുള്ളത് ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ, ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള വിചാരങ്ങൾ എത്രയോ വലുതാണെന്നുള്ളത് ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. വിജയകരമായ ക്രിസ്തീയ ജീവിതം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം. എന്നാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് സംശയകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് എത്ര താല്പര്യത്തോടെ നമ്മളത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് പ്രചോദനമാകുന്നത്. കേവലം ഒരാഗ്രഹം കൊണ്ട് മാത്രം ഒരു ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ആഗ്രഹം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് ഉത്കടമായ ഒരാഗ്രഹം, എനിക്കൊരു ക്രിസ്തീയ ജീവിതം, എൻ്റെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഈ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനെ നാം അത് എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഞാൻ പറഞ്ഞു, നമ്മൾ ആഗ്രഹിച്ചെങ്കിലേ നടക്കുകയുള്ളൂ, ആഗ്രഹിക്കാതെ ഒരിക്കലും നടക്കുകയില്ല. ആഗ്രഹിച്ചാൽ മാത്രം നടക്കുകയില്ല, നമ്മളതിനു വേണ്ടി പ്രയത്നിക്കണം. പ്രയത്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രവർത്തനത്തിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് പ്രയത്നം എന്ന് പറയുന്നത്. വളരെ ഉത്കടമായ ആഗ്രഹത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനത്തെയാണ് പ്രയത്നം എന്ന് പറയുന്നത്. അങ്ങനെ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ നമ്മൾ വാസ്തവമായി ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ എന്താണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എങ്ങനെയാണ് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമാകുന്നത്? നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ജോൺ കുര്യൻ പലപ്പോഴും ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിലാണ്. അവരെപ്പോഴും ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നവരാണ്. അകത്തെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അതിന് നോ പറയുക എന്നുള്ളതാണ് പുറത്തെ മനുഷ്യൻ്റെ താല്പര്യം. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയെ പ്രത്യേകം ഓർപ്പിക്കുമ്പോൾ, ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം എന്ന് പ്രത്യേകമായിട്ട് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കാൻ അല്ലെങ്കിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമാണ്. മറ്റൊരു വിധത്തിൽ അത് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് കഴിയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ എത്രമാത്രം രൂഢമൂലമാകുമോ അത്രത്തോളം വിജയകരമായിരിക്കും അവൻ്റെ ക്രിസ്തീയ ജീവിതം. യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നമ്മളിൽ വളരാതെ നമുക്കൊരിക്കലും ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് കഴിയുകയില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരെ പ്രത്യേകം ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നു. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളും, ക്രിസ്തു അവരിൽ ഉരുവാകണം. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന വാക്ക് അല്പം നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയാവുന്നതാണ്. ഉരുവാകണമെന്ന് പറയുകയും പ്രസവവേദന എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അത് രക്ഷയോടുള്ള ബന്ധത്തിലാണ് എന്ന് നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അത് രക്ഷയോടുള്ള ബന്ധത്തിലല്ല, അത് നമ്മുടെ വളർച്ചയോടുള്ള ബന്ധത്തിലാണ്, ആത്മീയമായ വളർച്ചയോടുള്ള ബന്ധത്തിലാണ്. അത് ഇംഗ്ലീഷിൽ ആ കാര്യം പറയുന്നത് അണ്ടിൽ ക്രൈസ്റ്റ് ബി ഫോംഡ് ഇൻ യു എന്നാണ് പ്രത്യേകം അവിടെ പറയുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ രൂപം കൊള്ളണം.
കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. രക്ഷിക്കപ്പെട്ട ആ നാളിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ അത് രൂപം പ്രാപിച്ച് വളർന്നു വരേണ്ട ഒരവസ്ഥയിലേക്ക് നാം വരുമ്പോൾ മാത്രമേ നമുക്കൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുള്ളൂ. അത് രക്ഷയെപ്പറ്റിയല്ല, നമ്മുടെ ആത്മീയ വളർച്ചയെ പറ്റിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ വ്യക്തിത്വം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ വെളിവാകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പത്രോസ് ലേഖനം എഴുതി രണ്ടാമത്തെ ലേഖനത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ താൻ ഇങ്ങനെയാണ് അവിടെ ഉപസംഹരിക്കുന്നത്: ക്രിസ്തുവിലും കൃപയിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുകയും. വളരെ പ്രത്യേകമായിട്ട് ലേഖനങ്ങളിൽ തൻ്റെ ലേഖനങ്ങളുടെ ഏറ്റവും അവസാനമായിട്ട് പറയുകയാണ്: കൃപയിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുകയും. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരുകയും നിറഞ്ഞു വരികയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുകയുള്ളൂ. അങ്ങനെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയമായി വളരുവാനായിട്ട് കഴിയുള്ളൂ. ആത്മീയമായി വളരുവാൻ, പരിജ്ഞാനത്തിലേക്ക് വരുവാൻ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടൊക്കെ നമുക്ക് അത്ര സാധ്യമായ ഒരു കാര്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപ അതിന് നമുക്ക് ആവശ്യമാണ്. ആ ദൈവത്തിൻ്റെ കൃപ നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമായി തന്നിട്ടുണ്ട്. നമുക്കറിയാം, രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമായിട്ടുണ്ട്. അത് മാത്രമല്ല, ആത്മീയ വളർച്ചയോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സംശയമില്ല. എന്നാൽ പലപ്പോഴും നമുക്ക് വരുന്ന കുറവ് ആ ദൈവത്തിൻ്റെ കൃപ വേണ്ടവണ്ണം വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെടാതിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ വ്യക്തിപരമായ കഴിവുകൾ കൊണ്ടോ നമ്മുടെ പാണ്ഡിത്യം കൊണ്ടോ ഒന്നും ഒരു ഉന്നതമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല. നമുക്കറിയാം, വ്യക്തിപരമായി വളരെയേറെ കഴിവുകളുള്ള വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ്റെ വ്യക്തിപരമായ കഴിവുകൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യമായ തൻ്റെ സ്ഥാനം കൊണ്ടും, അതുപോലെ തന്നെ പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അറിവ്, തിരുവെഴുത്തുകളിലുള്ള തൻ്റെ അഗാധമായ ജ്ഞാനം, ഉന്നത കുലജാതൻ, ഇങ്ങനെ അനേക കാര്യങ്ങൾ എടുത്തു പറയാൻ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. എന്നിട്ടും പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-10 വാക്യത്തിൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? ഞാനാകുന്നത് കൃപയാലാകുന്നു. ഇത്രയും വലിയ കഴിവുകളൊക്കെ ഉണ്ടായിരുന്ന പൗലോസ് അപ്പോസ്തലന് തൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിനേക്കാൾ അഭിപ്രായമായിട്ട് എന്ത് പറയാൻ കഴിയും? നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പരിജ്ഞാനം കൊണ്ടോ നമ്മുടെ പാണ്ഡിത്യം കൊണ്ടോ ഒരു കാരണവശാലും നമുക്കൊരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയില്ല. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താൻ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നാൽ അതിന് ശേഷം പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം താൻ എടുത്തു പറയുന്നുണ്ട്: എങ്കിലും എന്നോടുള്ള ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. ആ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമാക്കാതിരുന്നതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ആ കൃപ വ്യർത്ഥമാക്കിയിരുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഈ നിലയിൽ ആ വിജയകരമായ ജീവിതം നയിക്കാൻ കഴിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ കുറവാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരം, അടിസ്ഥാനം ദൈവകൃപ വ്യർത്ഥമാക്കാതിരുന്നതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പരാജയവും ദൈവകൃപ വ്യർത്ഥമാക്കി കളയുന്നത് കൊണ്ടാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ സ്വന്തമായ പരിശ്രമങ്ങൾ കൊണ്ടോ നമുക്ക് സ്വന്തമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ കൊണ്ടോ സഭയിലെ ഉന്നതമായ പദവികൾ കൊണ്ടോ ഉന്നതമായ പദവികൾ ഇരിക്കുന്നതുകൊണ്ടോ ഒന്നും നമുക്കൊരു ആത്മീയമായി വളരുവാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ ഒരു വിജയകരമായ ക്രിസ്തീയജീവിതം നയിക്കാൻ കഴിയില്ല. അതിന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ആ കൃപയിൽ ആശ്രയിച്ച് ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്നു വരണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ വചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവകൃപ വ്യർത്ഥമാക്കാതെ ജീവിച്ച അനേകരുടെ ചരിത്രം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേകരുടെ ചരിത്രം, അവരൊക്കെ ദൈവകൃപ വ്യർത്ഥമാക്കാതെ അവരുടെ ജീവിതം ധന്യമായി തീർന്നത് ആ ദൈവകൃപയിൽ ആശ്രയിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ
ഹാനോക്കിൻ്റെ ജീവിതം എടുത്താൽ ഹാനോക്കിന് ദൈവകൃപ ലഭിച്ചു എന്ന് പ്രത്യേകം അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും 300 വർഷം ദൈവത്തോട് കൂടെ നടക്കുവാൻ ഹാനോക്ക് 65 വയസ്സായപ്പോൾ തീരുമാനിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഹാനോക്കിന് ദൈവകൃപ ലഭിച്ചു എന്ന് നമുക്കറിയാം. നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു എന്ന് പ്രത്യേകമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നോഹ ചെയ്ത വലിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേകർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ആ കൃപയെ അവർ വ്യർത്ഥമാക്കാതെ ജീവിച്ചതുകൊണ്ട് അവരുടെ ജീവിതം എത്ര ധന്യമായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ പഴയ നിയമത്തിൽ ദൈവകൃപ വ്യർത്ഥമാക്കാതെ ജീവിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ ചരിത്രത്തോടുള്ള ബന്ധിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. ദൈവകൃപയുടെ മനോഹരമായ ഒരു ചിത്രം 2 രാജാക്കന്മാർ 5-ാം പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 രാജാക്കന്മാർ 5-ാം പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ആ സബ്ജക്റ്റ്, ആരെ പറ്റിയാണ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ധാരാളം കേൾക്കുകയും ധാരാളം പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഭാഗമാണ് 2 രാജാക്കന്മാർ 5-ാം പുസ്തകം. നമുക്ക് വളരെ സുപരിചിതമായ നയമാന്റെ ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 5-ാം അധ്യായത്തിൽ നയമാന്റെ കാര്യമല്ലാതെ മറ്റ് യാതൊരു കാര്യവും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. നമുക്ക് വളരെ സുപരിചിതമായ ചരിത്രമായതുകൊണ്ട് ആ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നയമാന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് ഒരു വ്യക്തിയെക്കുറിച്ച്, അതിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. മാനവജാതിക്ക് ദൈവം ഒരുക്കിയ ആത്മീയ അനുഗ്രഹങ്ങളുടെ മഹനീയമായ ഒരു ചിത്രമാണ് നയമാന്റെ ചരിത്രത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊക്കെ ദൈവം ഒരുക്കിയ ആ നിത്യരക്ഷ, ആ ദൈവം ഒരുക്കിയ ദൈവകൃപ അതെത്ര വലുതാണ്, അതെത്ര പ്രശംസനീയമാണ്, അത്ര വിലയേറിയതാണ് എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു മഹനീയമായ ചിത്രം ഈ നയമാന്റെ ചരിത്രത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സുപരിചിതമായതുകൊണ്ട് അതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും പോകണ്ട. നയമാൻ എങ്ങനെ നയമാന്റെ രോഗം സൗഖ്യമായതും എലീശയുടെ അടുത്ത് വന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 4:27 കർത്താവ് പറയുന്നത്, എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നിട്ടും സുറിയാക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല. കർത്താവിൻ്റെ വാക്കുകളാണ് നാം കേട്ടത്. ഇസ്രയേലിൽ അനേകം കുഷ്ഠരോഗികൾ ആ കാലത്തുണ്ടായിരുന്നു, എന്നാൽ സുറിയാക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായിട്ടില്ല. ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്കോ ദൈവത്തിൻ്റെ ആലയത്തിലേക്കോ പൊതു സമൂഹത്തിലേക്ക് ഒന്നും കടന്നു ചെല്ലുവാൻ അവകാശമില്ലാത്ത ഒരാളാണ് ഒരു കുഷ്ഠരോഗി. അങ്ങനെ ഒരാളായിരുന്നു നയമാൻ. എന്നിട്ടും കർത്താവ് നയമാന്റെ പേര് വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നയമാന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. നയമാന്റെ പേര് രേഖപ്പെടുത്തിയത് മാത്രമല്ല, കർത്താവ് അത് പ്രത്യേകം എടുത്തു പറയുവാൻ ഇടയായി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പേരും കർത്താവ് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കർത്താവും നമ്മളെ പേര് ചൊല്ലി വിളിക്കും, ഇനിയും വിളിക്കും എന്നുള്ളത് ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത്ര വലിയേറിയ ഒരു പദവി നമുക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നയമാന്റെ പേര് കർത്താവ് പ്രത്യേകം എടുത്തു പറഞ്ഞെങ്കിലും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന്റെ പേര് നീതിമാന്മാരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അതിൽ ഇടം പിടിക്കാൻ കഴിയാതെ പോയപ്പോൾ റാഹാബിന്റെ പേര് ആ പട്ടികയിൽ ഇടംപെട്ടതായിട്ട് നമുക്കറിയാം. റാഹാബ് ആരായിരുന്നു എന്നും റാഹാബിന്റെ പേര് ഇസ്രായേൽ മക്കളാരും ഉച്ചരിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. എന്നാൽ ആ റാഹാബിനെ ദൈവത്തിന്റെ കൃപ വ്യർത്ഥമാക്കാതിരുന്നതുകൊണ്ട് ആ റാഹാബിന് ആ പട്ടികയിൽ ഉൾപ്പെടുവാനായിട്ട് ഇടയായി എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കും നാം ആരായിരുന്നു, നാം ഇപ്പോൾ എന്തായിരിക്കുന്നു, ദൈവം നമ്മെ എത്ര ഉന്നതമായ പദവിയിലേക്കാണ് ഉയർത്തിയിരുന്നത് ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ഓർത്തും നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നയമാനെ പറ്റി 2 രാജാക്കന്മാർ 5-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ആരാം രാജാവിന്റെ സേനാപതിയായ നയമാമുതലേ യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. പിന്നെ അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ പരാക്രമശാലി എങ്കിലും
കുഷ്ഠരോഗിയായിരുന്നു. നയമാന് വ്യക്തിപരമായ അനേക കഴിവുകളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നെങ്കിലും കുഷ്ഠരോഗം ബാധിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവൻ പരാക്രമശാലിയായിരുന്നു എന്നാണ് പ്രത്യേകമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരാക്രമശാലി എന്ന് പറഞ്ഞാൽ തൻ്റെ വ്യക്തിപരമായ കഴിവിനെയാണ് അത് കാണിക്കുന്നത്. യുദ്ധതന്ത്രജ്ഞൻ, യുദ്ധകളത്തിൽ ഏറ്റവും ശക്തിയോടെ നിൽപ്പാൻ, ശത്രു സൈന്യത്തെ എങ്ങനെ തോൽപ്പിക്കണം എന്നുള്ള അതിനുള്ള പാഠവും നന്നായിട്ട് സിദ്ധിച്ച ഒരു വ്യക്തിയായിരുന്നു നമുക്ക് കാണാൻ കഴിയും. ദൈവകൃപയുടെ വളരെ മനോഹരമായ ഒരു ചിത്രീകരണമാണ് ഈ നയമാനിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ഭൗമികമായ കഴിവുകളെ സൂചിപ്പിക്കുന്നതാണ് പരാക്രമശാലി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഭൗമികമായ എത്ര കഴിവുകളുണ്ടെങ്കിലും കുഷ്ഠരോഗി എന്നുള്ള നിലയിൽ വലിയൊരു അയോഗ്യത തനിക്കുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവത്തോടെടുക്കാനോ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനോ കുഷ്ഠരോഗികൾക്ക് ആർക്കും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ടറിയാം. അങ്ങനെയുള്ള ആ നയമാന് ലഭിച്ച ദൈവകൃപയാണ്, അതിൻ്റെ പ്രസക്തിയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. ആ ദൈവകൃപ നമ്മെയും ദൈവത്തോട് അടുപ്പിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പേര് കർത്താവ് ദൈവത്തിന് മുൻപാകെ ഉച്ചരിക്കുമെന്നുള്ളത് ഓർത്ത്, അങ്ങനെ ഉച്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തും നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗലാത്യർ 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ എന്ന് പ്രത്യേകമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവം എല്ലാവരെയും അറിയും. ദൈവം അറിയാത്ത ആരും ലോകത്തില്ല. കാരണം നമ്മളെല്ലാവരും, സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എല്ലാവരെയും ദൈവം അറിയും. ദൈവം അറിയാത്തവരായിട്ട് ആരുമില്ല. കൊച്ചു പൈതലാണെങ്കിലും ഗർഭസ്ഥ ശിശുവാണെങ്കിൽ പോലും ആ ശിശുവിനെയും ദൈവത്തിൽ അറിയും. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. ഗർഭത്തിലൊരു ശിശു ഉണ്ടായാലും ആ ശിശുവിനെയും ദൈവം അറിയും. ദൈവം അറിയാത്ത ഓരോരുത്തരും ഈ ലോകത്തിലില്ല. എന്നാൽ അവിടെ ഏറ്റവും വിശേഷമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത് ദൈവം നമ്മെ വിശേഷാൽ അറിഞ്ഞു. ദൈവം നമ്മെ വിശേഷാൽ അറിഞ്ഞത് നാം ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ഒരു ദൈവമകനായി തീർന്നപ്പോഴാണ്. അങ്ങനെ ദൈവം നമ്മളെ വിശേഷാൽ അറിഞ്ഞു എന്നുള്ളത് ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളൊക്കെ പാപകുഷ്ഠം ബാധിച്ച് അശുദ്ധർ എന്ന് വിലപിച്ചുകൊണ്ട് വെളിമ്പറമ്പിൽ കിടക്കേണ്ടവരായിരുന്നു. യാതൊരു കാരണവശാലും ദൈവസന്നിധിയോട് അടുക്കുവാൻ നമുക്ക് ഒരു യോഗ്യതയുമില്ലായിരുന്നു. എന്നാൽ ദൈവം നമ്മെ, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം പ്രസാദിച്ചല്ലോ എന്നുള്ളത് ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇവിടെ നയമാന്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നു. നയമാന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നയമാന് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ നയമാൻ വ്യർത്ഥമാക്കാതിരുന്നത് കൊണ്ട് വലിയ അനുഗ്രഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. നയമാൻ എങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്? നയമാന് വിടുതലിനുള്ള ഒരു അവസരം ദൈവം എങ്ങനെയാണ് ഒരുക്കിയത്? ഒരു ഇസ്രയേലിലെ പെൺകുട്ടിയെ കൊണ്ട്, ഒരു ഇസ്രയേലിലെ ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ടാണ് ഇത്ര വലിയ ഒരു കാര്യം ദൈവം നടത്തിയത് എന്ന് ഓർക്കുമ്പോൾ എത്രമാത്രം ദൈവത്തിൻ്റെ വഴികൾ എത്ര അഗോചരമാണ്, ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള വിചാരങ്ങളും ചിന്തകളും ഒക്കെ എത്രയോ വലുതാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേലിലെ ഒരു ചെറിയ പെൺകുട്ടിയെ ഈ നയമാന്റെ വീട്ടിൽ ദൈവം ഒരുക്കിയത് കൊണ്ട് നയമാന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ആ കൃപ നയമാന് വ്യർത്ഥമാക്കിയില്ല എന്നുള്ളത് ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുകൂല സാഹചര്യങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാനും ക്രിസ്തീയ മാതാപിതാക്കന്മാർ വളർത്തപ്പെടുവാനിടയായതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ അറിയുവാനും ദൈവകൃപയിലേക്ക് കടന്നു വരുവാനും ഇടയായി എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്. അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു സന്ദർഭം മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ നമുക്ക് ലഭിക്കുമായിരുന്നോ നമുക്കറിയില്ല. ഇത്രമാത്രം ദൈവകൃപയിലേക്ക് ചെറുപ്പത്തിലേ കടന്നു വരുവാനും ദൈവത്തിനു വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനും നമുക്കിടയായത് നമുക്ക് ലഭിച്ച ഈ അനുകൂല സാഹചര്യമാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തോട് കൂടുതൽ അടുത്ത് ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമാക്കാതെ മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് നയമാന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു പോകുമ്പോൾ അവിടെ 6 പേരെ നമുക്ക് പ്രത്യേകമായിട്ട് ആ ചരിത്രത്തിലെ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് ഏലീശായുടെ ശിഷ്യനായിരിക്കുന്ന ഗേഹസി, ആരാം രാജാവ്, നയമാന്റെ ഭൃത്യന്മാർ, കൂടാതെ 6-ാമതായിട്ട് ഇസ്രയേലിലെ ചെറിയ പെൺകുട്ടി. ഇസ്രയേലിലെ ആ ചെറിയ പെൺകുട്ടി, ആ ഇസ്രയേലിലെ ആ ചെറിയ പെൺകുട്ടിയെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഇസ്രയേലിലെ പെൺകുട്ടി
പുതിയ നിയമ വിശ്വാസികൾക്ക് ഒരു മാതൃകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ കുറച്ച് മാത്രം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഇസ്രായേൽ രൂപത്തെ. അത് തന്നെയുമല്ല, ചെറിയ പെൺകുട്ടി എന്ന് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്. ആ ചെറിയ പെൺകുട്ടി മുഖാന്തരം ദൈവം വലിയ അത്ഭുതം നടത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാമും ഏത് നിലയിലായിരുന്നു, ദൈവം എത്ര വലിയ കൃപയിലാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ചെറിയ പെൺകുട്ടിയുടെ കാര്യം നമ്മൾ ഓർക്കുമ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ലാതെ, യാതൊരു അവകാശവുമില്ലാതെ, ഒരു അടിമ പെൺകുട്ടിയായിട്ട് ഒരു ശത്രു പാളയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ അടിമപ്പാളയത്തിൽ ആണെന്നുള്ളതിനേക്കാൾ അന്യജാതിക്കാരനായ ഒരാളുടെ വീട്ടിലാണ് ഈ അടിമ പെൺകുട്ടിയായിരിക്കും. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അടിമത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒന്നാണ്. ഒരടിമയായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്. അതും ഒരു അന്യജാതിക്കാരൻ്റെ വീട്ടിലാണ്. എത്രമാത്രം വെറുക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ആ പെൺകുട്ടി ആയിരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൾക്ക് ഒരവകാശവുമില്ല, അവൾക്ക് ഒരു സ്വാതന്ത്ര്യവും അവിടെ ഇല്ല. എന്നിട്ടും ദൈവകൃപ അവളിൽ കൂടെ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. നാമും ഈ പെൺകുട്ടിയെ പോലെ ഒരു പ്രവാസ ജീവിതത്തിലാണ് നമുക്കറിയാം. നമുക്ക് ഈ ഭൂമിയിൽ ഒരവകാശങ്ങളുമില്ല. നാം ഇവിടുത്തെ പൗരന്മാരുമല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമുക്കിവിടെ ഒരവകാശവുമില്ല. ഒരവകാശങ്ങൾക്ക് വേണ്ടിയും പൊരുതാനും നമുക്ക് കഴിയില്ല. നമുക്ക് എന്തൊക്കെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാലും നമ്മളുടെ അവകാശങ്ങൾ ദൈവം ഒരു ഉന്നതമായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് നമുക്ക് അങ്ങയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അധികം പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത്, ഏറ്റവും എന്നെ അധികം ആകർഷിച്ചത്, ഈ ചെറിയ പെൺകുട്ടിക്ക് അറിയാമായിരുന്ന ഒരു വലിയ കാര്യം ഇസ്രയേലിലെ രാജാവിന് അറിയില്ലായിരുന്നു. ഈ ചെറിയ പെൺകുട്ടിക്ക് അറിയാമായിരുന്ന ഒരു വലിയ കാര്യം ഇസ്രയേലിലെ രാജാവിന് അറിയില്ലായിരുന്നു. എന്താണ് ആ കാര്യം? ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ടെന്നും പ്രവാചകനായ ദൈവപുരുഷനായ ഏലീശ ഇസ്രയേലുണ്ടെന്നും ആ ഏലീശ മുഖാന്തരം രോഗം സൗഖ്യമാക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ള കാര്യം ഈ ഇസ്രയേലിലെ രാജാവിന് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ തക്ക സമയത്ത് താനത് മറന്നുപോയി. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഈ 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പെൺകുട്ടി മുഖാന്തരം നയമാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നയമാൻ ഉടനെ തന്നെ ഈ ഒരു അടിമ പെൺകുട്ടി പറഞ്ഞാണല്ലോ ഒന്നും വിചാരിക്കാതെ നയമാൻ ശമരിയിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമാക്കാതെ പോയത് മുഖാന്തരം നയമാൻ ലഭിച്ച അനുഗ്രഹങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ നയമാൻ ശമരിയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ താൻ സേനാധിപനാണ്, സർവ്വസൈന്യാധിപനാണ്. താൻ രാജാവിനോട് ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ശമരിയിലേക്ക് പോവുകയാണ്, എൻ്റെ രോഗം സൗഖ്യമാകാനായിട്ടുള്ളൊരു സാധ്യത അവിടെ തെളിഞ്ഞിട്ടുണ്ട്, ഞാനതുകൊണ്ട് ശമരിയിലേക്ക് പോവാണെന്ന് പറഞ്ഞു. രാജാവ് വളരെ സന്തോഷിച്ചു. ആരാൻ രാജാവിന് വലിയ താല്പര്യമുള്ള കാര്യമാണ്. കാരണം ഈ നയമാൻ ശമരിയ രാജാവിന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. തൻ്റെ സൈന്യത്തെ മുഴുവൻ നയിക്കുന്ന അദ്ദേഹമാണ്. ഈ സൈന്യാധിപനെ കൊണ്ട് വളരെ യുദ്ധങ്ങൾ ജയിക്കുവാനും വലിയ കാര്യങ്ങളൊക്കെ സാധിക്കുവാൻ ഈ നയമാനെ കൊണ്ട് രാജാവിന് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് രാജാവ് വളരെ സന്തോഷിച്ചു. വളരെ സന്തോഷത്തോടെ ഈ നയമാനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ രാജാവ് ഒരു എഴുത്തും കൂടെ ഇസ്രയേലിലെ രാജാവിന്, ശമരിയിലെ രാജാവിന് ഒരു എഴുത്തും കൂടെ കൊടുത്തു. അതൊരു സാധാരണ നടപടിക്രമം എന്നുള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ നയമാൻ ആ എഴുത്ത് കൊണ്ട് അവിടെ ചെന്നു ഇസ്രയേലിലെ രാജാവിന് ആ എഴുത്ത് കൊടുത്തു. ഉടനെ തന്നെ ഇസ്രയേലിലെ രാജാവ് വസ്ത്രം കീറിയെന്നാണ്, വലിയ പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായത്. ആ ഇസ്രയേലിലെ രാജാവോട് പറയുന്ന വാക്കുകൾ 5-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിപ്പിക്കുവാനും ജീവിപ്പിക്കുവാനും ഞാൻ എന്നെ ദൈവമാണോ? എന്തിനാണ് ഇവനെ എൻ്റെ അടുത്തേക്ക് വിട്ടിരിക്കുന്നത് എന്ന് അവിടെ വസ്ത്രം കീറുകയും വലിയ പൊട്ടിത്തെറി, അവിടെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ രാജാവ് അങ്ങനെയല്ലായിരുന്നു പറയേണ്ടത്. ഈ രാജാവ് ഓർക്കണമായിരുന്നു, എൻ്റെ രാജ്യത്ത് ഒരു ദൈവപുരുഷനുണ്ട്, ഒരു ഏലീശ ഉണ്ട്, ആ ഏലീശയുടെ അടുത്തേക്ക് പോയാൽ ഇവന് സൗഖ്യമാകുവാൻ കഴിയും എന്നുള്ള അറിവും പരിജ്ഞാനവും ഒക്കെ ഈ രാജാവിന് വേണ്ടിയതായിരുന്നു. അത് ഈ രാജാവിനുണ്ടായില്ല. എന്നാൽ ഇസ്രയേലിലെ ആ ചെറിയ പെൺകുട്ടിക്ക് ആ അറിവുണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായ വിവരം ഏലീശ അറിഞ്ഞു. ഏലീശ അത് അറിയുമല്ലോ, ദൈവപുരുഷനാണ്, എവിടെ സംഭവിച്ചാലും അത് ഏലീശ അറിയും. ഏലീശ ഉടനെ പറഞ്ഞു, അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ശമര്യയിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയും എന്ന് പറഞ്ഞു.
ഉടൻ തന്നെ ഈ നയമാനും ഭൃത്യന്മാരും എല്ലാം കൂടെ അങ്ങോട്ട് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ സർവ്വസൈന്യാധിപൻ ശമരിയയിൽ പോയ കാര്യങ്ങളും അവിടെ സംഭവിച്ച കാര്യങ്ങളും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് ആ ഭാഗത്തു നിന്ന് അറിയാവുന്ന കാര്യമാണ്. ഈ ഇസ്രയേൽ രാജാവ് വസ്ത്രം കീറി ഇത്ര വലിയ ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം ആ പരിജ്ഞാനം ഇസ്രയേൽ രാജാവ് ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എലീശ അത് കേട്ടപ്പോൾ പറഞ്ഞ കാര്യവും നമുക്കറിയാം. അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ഒരു 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 ദൈവപുരുഷൻ ഇവിടെ ഉണ്ടെന്ന് അവൻ അറിയും. നമ്മുടെയൊക്കെ സാഹചര്യവും ഇതുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. ഒരു രക്ഷിതാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവം ആ കർത്താവായ യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുന്നു എന്നുള്ള കാര്യം അറിയാത്ത എത്രയോ പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആ രക്ഷിതാവിനെ പറ്റി മറ്റുള്ളവരോട് പറയുവാൻ, ആ രക്ഷിതാവിനെ പറ്റി നമ്മുടെ ആ അടുത്തുള്ളവരോട് പറയുവാൻ നമ്മൾ എത്രമാത്രം മടിയുള്ളവരാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ രാജാവിന് അറിയാൻ മേലാത്ത കാര്യം ഈ ചെറിയ പെൺകുട്ടിക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും കഴിവില്ലാത്ത നമ്മൾക്ക് ഈ വലിയ കാര്യം ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ വലിയ കഴിവുള്ള അനേകർക്ക്, വലിയ സയന്റിസ്റ്റുകൾക്ക്, വലിയ വലിയ ഉന്നതമായ സ്ഥാനം വഹിക്കുന്നവർക്ക്, ഭരണാധികാരികൾക്ക് ഒന്നും അറിയാത്ത ഈ വലിയ ജ്ഞാനം ദൈവം നമുക്ക് തന്നല്ലോ എന്നോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഭാഗത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കുറച്ച് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പെൺകുട്ടിയെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് എൻ്റെ ആ സമയം തീരാറായിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ പറ്റി അനേക കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ളാം. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ആ പെൺകുട്ടി വിശ്വാസികൾക്ക് ഒരു നിഴലായിരുന്നു എന്ന് നമുക്കറിയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വലിയ പരിജ്ഞാനമുള്ള പെൺകുട്ടിയായിരുന്നു. ഇസ്രയേലിലെ രാജാവിന് അറിയാൻ പാടില്ലായിരുന്ന ആ വലിയ കാര്യം ആ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. ഇസ്രയേലിലെ രാജാവിന് അറിയാൻ പാടില്ലായിരുന്ന ആ വലിയ കാര്യം അറിയാമായിരുന്ന ആ ചെറിയ പെൺകുട്ടിയെ, പരിജ്ഞാനമുള്ള ആ പെൺകുട്ടിയെ ഒക്കെ കാണാൻ കഴിയും. ദൈവവചനം ഇത്ര സുലഭമായി നമുക്ക് ലഭിച്ചിട്ടും പലപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന അനേകരും എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുന്നത്, ഇതൊന്നും അറിയാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ വലിയ പരിജ്ഞാനം ലഭിക്കാൻ നമുക്കിടയായി എന്നുള്ളതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ പരിജ്ഞാനത്തിൽ നമ്മൾ വളരുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ള കാര്യം ഈ പെൺകുട്ടിയുടെ കാര്യം ചെറിയ പെൺകുട്ടിയാണ്. വലിയ പഠിത്തമോ കാര്യങ്ങളോ ഒന്നും ഉള്ള പെൺകുട്ടിയല്ല. അവളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. രക്ഷയ്ക്കുള്ള മാർഗം എന്താണെന്ന് ആ പെൺകുട്ടിക്ക് നന്നായി അറിയാമായിരുന്നു. നമ്മോടുള്ള ബന്ധത്തിലും രക്ഷയ്ക്കുള്ള മാർഗം നമുക്കറിയാവുന്നതുകൊണ്ട് നാം അത് മറ്റുള്ളവരോട് പറയുകയും മറ്റുള്ളവരെ അത് ഉത്ബോധിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളത് യാതൊരു സംശയമില്ല. സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. രണ്ടാമതായിട്ട്, ആ പെൺകുട്ടിക്ക് തൻ്റെ നിലയും പരിമിതികളും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന പെൺകുട്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. തൻ്റെ നില എന്താണ്, തനിക്ക് ഉള്ള ആ പദവികൾ എന്താണ് എന്നൊക്കെ വളരെ നന്നായി അറിയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. നമ്മുടെ സഹോദരിമാർക്ക് ഒരു മാതൃകയായ പെൺകുട്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതെല്ലാം നമുക്കറിയാം. ഈ പെൺകുട്ടി ഈ കാര്യം ചെന്ന് ആരോടാ പറഞ്ഞത്? അവിടെ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു. വേണമെങ്കിൽ ഈ പെൺകുട്ടിക്ക് പോയി നയമാൻ്റെ അടുത്ത് പറയാമായിരുന്നു. വളരെ താല്പര്യത്തോടെ നയമാൻ്റെ അടുത്ത് ചെന്ന് ഇത് പറഞ്ഞാൽ നയമാൻ വളരെ സന്തോഷിക്കും. കാരണം തനിക്ക് കിട്ടാൻ പോകുന്ന ഒരു കാലത്തും സാധിക്കില്ല എന്ന് താൻ വിചാരിച്ചിരുന്ന ഒരു വലിയ കാര്യം സാധിക്കുവാനായിട്ടുള്ള ഒരു മാർഗമാണ്. അത് ചെന്ന് വേണമെങ്കിൽ ഈ പെൺകുട്ടിക്ക് നയമാൻ്റെ അടുത്ത് ചാടിക്കയറി ചെന്ന് പറയാമായിരുന്നു. അല്പം നയമാൻ്റെ അടുത്തൊന്ന് ഷൈൻ ചെയ്യാൻ ഒരു അവസരം കിട്ടുമല്ലോ എന്ന് വേണമെങ്കിൽ താൻ കരുതുന്നത്. താൻ അത് ചെയ്തില്ല. താൻ യജമാനത്തിയോട് പറഞ്ഞു. ആ യജമാനത്തിയാണ് നയമാനോട് ചെന്ന് പറഞ്ഞതെന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയാം. നയമാൻ്റെ അടുത്ത് പോകാനായിട്ട് അവൾ തുനിഞ്ഞില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വചനത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിൽക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ.
നമ്മളാണെങ്കിലും സഹോദരന്മാരും സഹോദരിമാരും വചനത്തിൻ്റെ ചട്ടക്കൂട്ടിൽ മാത്രം നിൽക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കറിയാം അവിടെ 3 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ൽ 3 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. 100 ആടുണ്ടായിരുന്ന ഒരു വ്യക്തി ഒരെണ്ണം നഷ്ടപ്പെട്ടു. 10 ദ്രഹ്മ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് ഒരെണ്ണം നഷ്ടപ്പെട്ടു. 2 മക്കളുണ്ടായിരുന്ന ഒരു പിതാവിന് ഒരു മകൻ നഷ്ടപ്പെട്ടു. ഈ 3 പേരെയും തിരിച്ചു കിട്ടുമ്പോൾ അവരതിൽ സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ആ ഉപമയിൽ കൂടെ കർത്താവ് പറയുന്നത്. ആ ഉപമ കൊണ്ട് കർത്താവ് ആഗ്രഹിച്ചത് ഈ ലോകത്തിൽ പാപിയായ ഒരുത്തൻ രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗം എത്രമാത്രം സന്തോഷിക്കും എന്നുള്ളത് വെളിപ്പെടുത്താനാണ് ഈ 3 ഉപമകളും കർത്താവ് പറഞ്ഞത് നമുക്കറിയാം. അതിനകത്ത് 2ാമത്തെ ഉപമ പറഞ്ഞിരിക്കുന്നത് 10 ദ്രഹ്മ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ബന്ധത്തിലാണ്. അവളും അത് വളരെ കഷ്ടപ്പെട്ട് അടിച്ചു വാരി ഒരു തരത്തിലൊക്കെ ആ ദ്രഹ്മ അവൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ അയൽക്കാരെയും സ്നേഹിതരെയും ഒക്കെ വിളിച്ച് അവൻ സന്തോഷിക്കുവാനായിട്ട് ഈ കിട്ടിയതിലുള്ള സന്തോഷം ആയിരിക്കേണ്ടത്. അത് സ്വർഗം സന്തോഷിക്കുന്നതിൻ്റെ ഒരു നിഴലായിട്ടാണ് കർത്താവ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണിക്കുന്നത്. ഈ സ്ത്രീ ചെയ്ത കാര്യം അത് വളരെ പ്രത്യേകമായിട്ട് 15-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൾ സ്നേഹിതരെയും അയൽക്കാരെയും ഒക്കെ വിളിച്ചപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നത് അവൾ സ്നേഹിതമാരെയും അയൽക്കാരത്തികളെയും വിളിച്ചു എന്നാണ് പ്രത്യേകം എഴുതിയിരിക്കുന്നത്. ആ സ്ത്രീയും വളരെ പരിജ്ഞാനത്തോടുകൂടി അവളുടെ പരിമിതികൾ അവൾ എന്താണ് ചെയ്യേണ്ടത് നന്നായി അറിയാവുന്ന ഒരു സ്ത്രീയായിരുന്നു. അവളിലുള്ള സ്നേഹിതന്മാരെയും എല്ലാം വിളിച്ചു കൂട്ടിയ ഒരു സന്തോഷപ്രകടനവും അവിടെ നടത്തിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. 15-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. സ്നേഹിതമാരെയും അയൽക്കാരത്തികളെയും മാത്രമേ വിളിച്ചുള്ളൂ. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന പരിമിതി നമ്മൾ മനസ്സിലാക്കണം. വചനം നമുക്ക് ചില പരിമിതികൾ വെച്ചിട്ടുണ്ടെങ്കിൽ നാം അതിനകത്ത് ദുഃഖിക്കാതെ നാം അതിൽ സംതൃപ്തിയുള്ളവരായിട്ടിരിക്കണം. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ പരിധിയിൽ അകത്ത് നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചിട്ട് അതിൽ സന്തോഷമുള്ളവരായിരിക്കണം നമ്മൾ, അതിൽ സംതൃപ്തി അടയുന്നവരായിരിക്കണം നമ്മൾ. സഹോദരിമാർക്ക് ചില പരിമിതികളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അവരുടെ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അവരാ അവകാശം നിവർത്തിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും എന്നുള്ളത് യാതൊരു സംശയമില്ല. ആ പരിധി വിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദൈവനാമം മഹത്വപ്പെടാൻ ഇടയാകയില്ല എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. നമുക്കറിയാം ഈ നാളുകളിൽ പല സ്ഥലങ്ങളിലും സഹോദരിമാരുടെ ശുശ്രൂഷയെ പറ്റിയൊക്കെയുള്ള വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലേക്കൊന്നും കടന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വചനം വിലക്കിയിരിക്കുന്ന ഒരു കാര്യത്തിന് ഇളവ് നൽകാൻ സഭയ്ക്ക് അധികാരമില്ല എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒന്നാണ്. സഭയ്ക്ക് അതിനൊരു അവകാശവുമില്ല എന്നുള്ള കാര്യം നാം മറക്കരുത്. അപ്പോൾ ഞാൻ വിടുന്നു, സമയം മുന്നോട്ട് പോകുന്നല്ലോ. 3-ാമതായിട്ട് ആ പെൺകുട്ടിയോടുള്ള ബന്ധത്തിൽ സുവിശേഷീകരണത്തിന് നല്ലൊരു മാതൃകയായിരുന്നു ആ പെൺകുട്ടി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശമരിയിലെ പ്രവാചകനെ പറ്റി പറയുവാനായിട്ട് ആ പെൺകുട്ടി ഒരു മടിയും വിചാരിച്ചില്ല. അവളുടെ പരിമിതികളൊക്കെ നമുക്കറിയാം. ഞാൻ ഓർപ്പിച്ചതുപോലെ താൻ ഒരു അടിമയാണ്, തനിക്ക് യാതൊരു അവകാശവുമില്ല, തനിക്ക് സ്വാതന്ത്ര്യമില്ല, അതുപോലെ തന്നെ താൻ ശത്രുപാളയത്തിലാണ്, അതുപോലെ വളരെ മനോവ്യസനത്തിൽ കഴിയുന്നതാണ്. ഒരു ഇസ്രയേലിലെ പെൺകുട്ടി ശത്രുപാളയത്തിൽ അടിമയായിരുന്നാൽ ഒരിക്കലും അവൾ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് കഴിയില്ല. മനോവ്യസനത്തിലൊക്കെ ഉള്ളവളാണ്. എന്നിട്ടും സുവിശേഷം പറയുവാനായിട്ട് ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നതിൽ അവൾ യാതൊരു മടിയും വിചാരിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആ പെൺകുട്ടി ഒരു മാതൃകയാണ്. സുവിശേഷം പറയുന്നതിൽ നമ്മൾ എത്രമാത്രം വിമുഖതയുള്ളവരാണ് എന്നുള്ളത് നാം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ആവശ്യമാണ്. സുവിശേഷം പറയുവാനുള്ള ഉത്തരവാദിത്വം സുവിശേഷന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിഥ്യാധാരണ നമ്മുടെ ഇടയിലുണ്ട്. സുവിശേഷം പറയുവാനുള്ള ആ ഉത്തരവാദിത്വം എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും ഉണ്ട്. സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒരുപോലെ അതുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കൃപാവരം അനുസരിച്ച്, നമ്മളായിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് സുവിശേഷം പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ചിലരെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ നമ്മുടെ അയൽക്കാരായിരിക്കാം, നമ്മുടെ ബന്ധുക്കളായിരിക്കാം, നമ്മുടെ സ്നേഹിതരായിരിക്കാം, അവർ ചിലപ്പോൾ ചെറിയവരോ വലിയവരോ ഒക്കെ ആയിരിക്കാം. അവരോട് ഈ രക്ഷകനെ പറ്റി ഒരു വാക്കെങ്കിലും പറയുവാൻ, ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ, ഇന്ന് രാത്രി നമ്മൾ മരിച്ചാൽ എവിടെയാണ് പോകുന്നതെന്ന് അവരെ ഒന്ന് ഓർപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അവർ രക്ഷിക്കപ്പെടാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ, സുവിശേഷം കേൾക്കാതെ മാറ്റപ്പെട്ടാൽ, ഏതായാലും ഒരു സുവിശേഷം കേൾക്കാതെ ഒരിക്കലും മാറ്റപ്പെടുകയില്ല, ദൈവം അതിനുള്ള വഴി അവർക്ക് ഒരുക്കും. പക്ഷെ നമ്മൾ സുവിശേഷം പറയേണ്ട സമയത്ത് നമ്മൾ പറഞ്ഞില്ല എങ്കിൽ അതിൻ്റെ കുറ്റം നമ്മുടെ മേലിരിക്കും.
എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളോട് ചോദിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ സുവിശേഷം പറയുന്നതിൽ നമ്മുടെ അറിവോ പരിജ്ഞാനമോ ഒന്നും വലിയ കാര്യമല്ല. ആ കർത്താവ് സൗഖ്യമാക്കിയ ആ കുരുടനോടുള്ള ബന്ധത്തിൽ അവൻ സുവിശേഷം പറയുന്നത് നമുക്കറിയാൻ പറ്റും. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. അവന് മറ്റൊന്നും പറയുവാനില്ല. എന്നെ ഒരാൾ രക്ഷിച്ചു, അത് ഇന്നയാളാണ് എന്ന് പറയുവാൻ. അത്രയും മാത്രം നമുക്ക് പറയാൻ. ഞാൻ മഹാപാപിയായിരുന്നു, പാപത്തിന്റെ ശിക്ഷയിൽ കിടന്നവനായിരുന്നു. ഇന്ന് ഞാൻ ആ ശിക്ഷയിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു, ദൈവമകനായി തീർന്നിരിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തു കാൽവരിൽ ക്രൂശിൽ നിവർത്തിച്ച രക്ഷന്റെ പ്രവൃത്തി കൊണ്ടാണ് എന്ന് മാത്രമെങ്കിലും പറയുവാൻ കഴിവില്ലാത്ത രക്ഷിക്കപ്പെട്ട ആരും നമ്മുടെ മുമ്പിലില്ല. നമ്മൾ ആ കാര്യത്തിൽ ഒട്ടും അമാന്തം വിചാരിക്കരുത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അവൾ നാലാമതായിട്ട് അവളെപ്പറ്റി ചിന്തിക്കുന്ന ആ ഒരു ഭാഗം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. ഒരു നല്ല വേർപാടിൻ്റെ അനുഭവം ഉള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൾ മുഖാന്തരം നയമാന് സൗഖ്യം വന്നു. എന്നാൽ അവിടെ ഈ പെൺകുട്ടി എന്തെങ്കിലും വലിയ ആഹ്ലാദപ്രകടനം നടത്തിയതായിട്ടോ ആഘോഷം നടത്തിയതായിട്ടോ ഒന്നും നാം അവിടെ വായിക്കുന്നില്ല. സാധാരണഗതിയിൽ ലോകപ്രകാരമുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു വലിയ കാര്യം നടന്നാൽ ഒരു വലിയ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തും, വലിയ ആഘോഷങ്ങളൊക്കെ നടത്തും. ഇവിടെ ഒരുപക്ഷെ നയമാനും നയമാൻ്റെ ഭാര്യയൊക്കെ വല്ല ആഘോഷം നടത്തിയോ നമുക്കറിയില്ല, ഒന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ഈ പെൺകുട്ടിക്ക് അങ്ങനെയുള്ള ഒരാഹ്ലാദവും ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് നാം കാണുന്നില്ല. രക്ഷിക്കപ്പെട്ട ദൈവജനം യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വാഗ്ദത്തം ചെയ്തതാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം തരാതിരിക്കുകയില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം തരും. അങ്ങനെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമ്പോൾ അത് നമുക്ക് വളരെ സന്തോഷത്തിനുള്ള കാര്യമാണെങ്കിൽ ഉടനെ വലിയ തുള്ളിച്ചാടുകയോ ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യവും വിശ്വാസികൾക്കില്ല. എന്നാൽ നിശബ്ദമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ നന്ദിയുള്ള ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. ആ നന്ദിയുള്ള ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് നന്ദി പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനകത്ത് നമുക്ക് ഒരിക്കലും വീഴ്ച ഉണ്ടാകാനായിട്ട് പാടില്ല. ദൈവം ഈ മറ്റുള്ളവർ വലിയ ആഘോഷം കിടന്ന് ഒരിക്കലും സാധിക്കയില്ല എന്ന് വിചാരിച്ച കാര്യം സാധിക്കുമ്പോഴാണ് വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നത്. നമുക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഒരിക്കലും സാധിക്കില്ല എന്നുള്ള ഒരു കാര്യവും നമുക്കില്ല. നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അത് നടത്തും. നമ്മൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടി നടത്തുമെന്നല്ല. ചിലപ്പോൾ അത് നിനക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ദൈവം വെളിപ്പെടുത്തും. പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി ആയിരിക്കില്ല ചിലപ്പോൾ എന്ന് വരാം. എന്നാൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അത് തന്നാലും തന്നില്ലെങ്കിലും നമുക്ക് അത് തരുന്നില്ല എന്നുള്ള മറുപടിയാണ് തരുന്നെങ്കിലും നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. ദൈവമേ, നീ എനിക്ക് തരാതിരുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് നാം പറയുവാൻ ബാധ്യസ്ഥരാണ്. നമ്മളൊക്കെ പലരോടും പ്രാർത്ഥനയ്ക്കായിട്ട് കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നവരാണ്. അത് ചിലപ്പോൾ രോഗത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ചിലപ്പോൾ യാത്രയോടുള്ള ബന്ധത്തിലായിരിക്കാം, മറ്റു പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മറ്റുള്ളവരോടൊക്കെ പറയും. പ്രാർത്ഥനയ്ക്കായിട്ട് മറ്റുള്ളവരോട് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അവരോട് നന്ദി പറയാൻ നമ്മൾ ഒരിക്കലും മടി വിചാരിക്കരുത്. പലപ്പോഴും പലരും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് സൂചിപ്പിക്കും, അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആ കാര്യമേ മറക്കും. അങ്ങനെ പലരും ചെയ്യുന്നില്ല. എന്നാൽ ചിലരൊക്കെ വളരെ കൃത്യമായിട്ട് അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് സ്തോത്രത്തിനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മളൊരാളോട് ഒരു പ്രാർത്ഥനയ്ക്കായിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് സാധിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരെ വിളിച്ച് ആ കാര്യം ദൈവം സാധിച്ചു, പ്രാർത്ഥിച്ചതിൽ നന്ദിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ആരോടെങ്കിലും പറയുമ്പോൾ ആരോടാണ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം നോക്കണം. എങ്ങനെ പ്രാർത്ഥിക്കുന്നയാളാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവായ യേശുക്രിസ്തു കൂടെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരോടാണോ, അതോ പുണ്യവാളന്മാരോടോ കന്യാമറിയമ്മനോടോ ഒക്കെ പ്രാർത്ഥിക്കുന്നവരോടാണോ നമ്മൾ പ്രാർത്ഥനയ്ക്ക് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ എവിടെയും ചെന്ന് കാണുന്ന ആരോടും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മളൊരാളോട് പറയുമ്പോൾ ആ ആഗ്രഹം ദൈവം മാനിക്കുന്നുണ്ട്. അത് ദൈവം തീർച്ചയായിട്ടും അറിയും. യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളോട് മാത്രമേ പ്രാർത്ഥനയുടെ വിവരം നമ്മൾ പറയുവാൻ പാടുള്ളൂ. കാണുന്നവരോടെല്ലാം കാണുന്നവരെ കയ്യോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇത് യഥാർത്ഥമായിട്ട് ശരിയായ നിലയിൽ പ്രാർത്ഥിക്കുന്ന ഒരാളോട് പറയണം. അവർ നമ്മൾ നന്ദിയും പറയണം. നന്ദി പറയുന്നതിനുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന സമയം കടന്നുപോയി.
നന്ദി പറയുന്നതിനുള്ള ബന്ധത്തിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകൾക്ക് മുമ്പ് വന്ന് ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനായിട്ടിടയായി. അത് ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചു കാണുമായിരിക്കും. ഒരു പള്ളിയിൽ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി. വളരെ മനോഭാരത്തോടെ പള്ളിയിൽ ചെന്ന്, പള്ളിയിൽ ആരുമില്ല, പള്ളിയിൽ താൻ തനിയെ ഇരുന്ന് ദൈവത്തോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. താനിങ്ങനെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരാളും ആ പള്ളിയിലേക്ക് കടന്നു വന്നു. ആ പള്ളിയിലേക്ക് കടന്നു വന്ന് അയാളും പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. ആ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് വളരെ കരഞ്ഞ് വളരെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടുകൊണ്ട് അയാൾ അവിടെ തന്നെ നിന്ന് പ്രാർത്ഥന കഴിയിട്ട് വിചാരിച്ചത് നിന്നു. അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ അടുത്ത് ചെന്ന് ആ ആളിനോട് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇത്രമാത്രം വേവലാതിപ്പെട്ട് ഇത്രമാത്രം ഭാരപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക? എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ ഭാര്യ വളരെ സീരിയസ് ആയ ഒരു രോഗമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അടിയന്തിരമായിട്ട് ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. ആ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പക്ഷേ അവളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു എന്ന് വരാം. എന്നാൽ ആ ഓപ്പറേഷനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അതിനുള്ള പൈസ കിട്ടിയെങ്കിൽ, അതിനുള്ള ക്യാഷ് കിട്ടിയെങ്കിൽ മാത്രമേ ആ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. അതാണ് എൻ്റെ ഭാരം. അതാണ് എനിക്ക് ദൈവസന്നിധിയിൽ പറഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പറയാനുണ്ടായിരുന്നത് എന്നുള്ളത് പറഞ്ഞു. ആളത് കേട്ടിട്ട് പെട്ടെന്ന് ബാഗ് തുറന്ന് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപ വേണം? എത്ര രൂപയാണ് ഇപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം? 10,000 രൂപ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം ബാഗിൽ നിന്ന് 10,000 രൂപ എടുത്ത് ആ ആൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ കാര്യം സാധിച്ചു എന്ന് പറഞ്ഞു. ആ 10,000 രൂപ കിട്ടിയ ആൾ ഉടനെ അവിടെ മുട്ടുകുത്തിയിരുന്ന് ഇദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല. മുട്ടുകുത്തിയിരുന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞു. ദൈവത്തോട് നന്ദി പറഞ്ഞു, എനിക്ക് 10,000 രൂപ കിട്ടിയല്ലോ എന്നല്ല, ദൈവമേ നീ ഇത്ര വേഗത്തിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നല്ലോ. ഞാൻ പോലും അത് പ്രതീക്ഷിച്ചില്ല. ഇതെന്നും നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അവിശ്വാസത്തിൽ എന്നോട് ക്ഷമിക്കണം. ഇത്ര വേഗം നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തോട് ക്ഷമാപണവും ചെയ്ത് എണീറ്റ് വന്ന് ഈ സഹോദരൻ പറഞ്ഞു, നിങ്ങൾ പൈസ തന്നതിൽ വളരെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, വന്നയാൾ പറഞ്ഞു, വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറയും, നിങ്ങൾക്ക് ഇനിയും പണത്തിൻ്റെ ആവശ്യം വരും. നിങ്ങൾക്ക് ഇനിയും പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീർച്ചയായും എൻ്റെ നമ്പർ അതിനകത്തുകൊണ്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ പണത്തിൻ്റെ ആവശ്യമുള്ളവരും പറഞ്ഞു, എനിക്കിനിയും പണത്തിൻ്റെ ആവശ്യം വരും എന്നുള്ളത് തീർച്ചയാണ്. കാരണം ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ. എന്നാൽ ആവശ്യം വന്നാൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുകയില്ല. നിങ്ങളോട് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് പറയും. ദൈവം എനിക്ക് ആരെയെങ്കിലും അന്നേരം ഒരുക്കും. ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയുകയില്ല. നമുക്കറിയാം, സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നിങ്ങളോട് ഞാൻ ഒരിക്കലും അത് പറയുകയില്ല. എന്നാൽ ഞാൻ ദൈവത്തോട് പറയും, ദൈവം ആരെയെങ്കിലും ഒരുക്കും. പക്ഷേ നിങ്ങളായിരിക്കും ആരെയെങ്കിലും എന്ന് പറഞ്ഞതായിട്ട് ആ കുറിപ്പിനകത്ത് ഞാൻ കണ്ടു. ആ ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തോടുള്ള ആ കോൺഫിഡൻസ്, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നുള്ള ആ ആളിൻ്റെ നിശ്ചയദാർഢ്യം എത്രയോ വലുതായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഉറപ്പ് നമുക്കുണ്ടോ? നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നമ്മുടെ ഏതാവശ്യവും നിറവേറ്റുവാൻ ദൈവം ശക്തനാണ് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടോ? ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, പൂർണ്ണമായി ശരണപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ദൈവം തന്നിട്ടുള്ള കൃപാവരങ്ങൾ ആ ദൈവം മഹത്വത്തിനായിട്ട് വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നമ്മളിൽ വെളിവായി മറ്റുള്ളവർക്ക് കാണുവാൻ ഇടയായിട്ടുണ്ടോ? ഇദ്ദേഹം ഒരു നല്ല ദൈവവിശ്വാസിയാണ്, നല്ല പരിജ്ഞാനമുള്ള ആളാണെന്ന് മറ്റുള്ളവർക്ക് പറയുവാൻ ഇടയായിട്ടുണ്ടോ? അങ്ങനെ പരിജ്ഞാനത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വ്യക്തിത്വം നമ്മുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമാകുകയുള്ളൂ. അങ്ങനെ രൂഢമൂലമാകുമ്പോൾ മാത്രമേ ഒരു വിജയകരമായ ക്രിസ്തീയവും നമുക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. അത് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലിരിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഈ ചിന്തകൾ നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.